ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലേണിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ലേണിംഗ് എന്നുള്ളത്, അതുപോലെ ഡെഫിനിഷൻ ഓഫ് ലേണിംഗ്, നേച്ചർ ഓഫ് ലേണിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ലേണിംഗ്, തിയറീസ് ഓഫ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ലേണിംഗ്, മീനിങ് ഓഫ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം അല്ലേ, ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചെടുക്കുകയാണ് അല്ലേ. ആ ഒരു പുസ്തകം വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ പല ചേഞ്ചസും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വ്യക്തി ജനിച്ച് മരിക്കുന്നത് വരെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. ആ ഓരോ സന്ദർഭങ്ങളിലും ആ വ്യക്തി എന്തൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഓക്കെ, ലേണിംഗ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ ഒരു സെൻട്രൽ തീമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ ഫോർ ബെറ്റർ ഓർ വേഴ്സ്. ലേണിംഗ് എന്ന് പറയുന്നത് ബിഹേവിയറിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തതുമായിട്ടുള്ള ചേഞ്ചസ് ആണ്. ലേണിംഗ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്സ്. കോംപ്ലക്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസിസ്റ്റിംഗ് ഓഫ് മെനി ഡിഫറെൻറ്റ് ആൻഡ് കണക്റ്റഡ് പാർട്സ്. അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണക്റ്റഡ് പാർട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗിവ് എ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ഡെഫിനിഷൻ. ഒരു നല്ലൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ളത്, ലേണിങ്ങിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ലൈഫ് ആൻഡ് എൻഡ്സ് വിത്ത് ലൈഫ്. ഇറ്റ് ഇൻവോൾവ്സ് കോൺസ്റ്റൻറ്റ് ചേഞ്ച്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കിൽസ് ഇൻ ദ വൺ ഹാൻഡ്. അതായത് ഇതിൽ ഒരുപാട് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, സ്കിൽസൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒരു വശമാണെങ്കിൽ, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓൺ ദ അതർ ഹാൻഡ്. അതായത് മോഡിഫിക്കേഷൻ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ബിഹേവിയർ. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു ഡെഫിനിഷൻ നൽകുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജനിച്ച് മരിക്കുന്നത് വരെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ എന്താണ്, നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ പറയാൻ പറ്റുക, നമുക്ക് ഓരോ എക്സ്പീരിയൻസിന് നമുക്ക് ഉണ്ടാകുന്ന നോളജ്, നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്കതിൽ നിന്നൊരു അറിവ് കിട്ടുക. അങ്ങനെ ചെയ്താൽ നല്ലതാണ്, അങ്ങനെ ചെയ്താൽ മോശമാണ് എന്നുള്ള ഒരു അറിവ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. മാത്രമല്ല, ലേണിംഗ് ഫെസിലിറ്റേറ്റ്സ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഇൻ ന്യൂ സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ലേണിംഗ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇതായിട്ട് നമുക്ക് ലേണിങ്ങിനെ കുറിച്ച് ഡെഫിനിഷൻ നോക്കാം. ലേണിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ച് വെക്കുക. എന്നാൽ നമുക്ക് എസ്സേയിലും ഷോർട്ട് ആൻസേഴ്സൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡെഫിനിഷനെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു ക്രോൺബാക്ക്, ലേണിംഗ് ഈസ് ഷോൺ ബൈ എ ചേഞ്ച് ഇൻ ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. അതായത് എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റമാണ് ലേണിംഗ് കാണിക്കുന്നത്. അക്കോർഡിംഗ് ടു G.P. Guilford, ലേണിംഗ് ഈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിംഗ് ഫ്രം ബിഹേവിയർ. അടുത്തതായിട്ട് അക്കോർഡിംഗ് ടു H.P. Smith, learning is the acquisition of new behavior or the strengthening or weakening of old behavior as the result of experience. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ന്യൂ ബിഹേവിയർ അക്വസിഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതായത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഓൾഡ് ബിഹേവിയർ വീക്കനിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ചെയ്യുന്നതോ ആണ് എന്ത് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് H.P. സ്മിത്ത് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഡെഫിനേഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ 2-3 ഷോർട്ട് ആക്കിയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട്
നേച്ചർ ഓഫ് ലേണിംഗ് നമുക്കറിയാം അല്ലേ, ലേണിംഗ് ഒക്യുപ്പൈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് അതിനുള്ളത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിമിഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ച്. അടുത്ത പോയിൻറ്റ്, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഈസ് ലേണിംഗ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. അടുത്ത പോയിൻറ്റ്, ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നമ്മൾ സ്റ്റാർട്ട് ഫ്രം ദ ബർത്ത് ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടി മരിക്കുന്നത് വരെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. സോ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ലേണിംഗ് ഈസ് അക്വയറിങ് ന്യൂ എക്സ്പീരിയൻസ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ഓരോ പുതിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പുതിയ നോളജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടി ചൂടുള്ള സാധനം ടച്ച് ചെയ്യുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസാണ് ആ കുട്ടിക്ക് ലഭിക്കുന്നത്. കാരണം ചൂടുള്ള സാധനത്തെ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കൈ പൊള്ളും, അല്ലെങ്കിൽ നമ്മുടെ കൈ ബേൺ ആകും എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കുകയാണ്. അങ്ങനെ പുതിയൊരു എക്സ്പീരിയൻസിലൂടെ കുട്ടിക്ക് പുതിയൊരു ലേണിംഗ് എബിലിറ്റി അവിടെ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇതൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ലേണിംഗ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ. ലേണിങ്ങിൽ പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ. അതായത് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് പറയാം, നമ്മൾ നഖം വെട്ടുന്നത് അല്ലേ, നഖം നല്ല രീതിയിൽ കടിക്കാതെ നമ്മൾ വെട്ടിക്കളയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. നെഗറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറ്റം പറയാം, ഒരാളെ അബ്യൂസ് ചെയ്യുക, അതൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അതിന് പോസിറ്റീവായിട്ടുള്ള സൈഡും ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള സൈഡും ഉണ്ടാവും. അടുത്തത്, ലേണിംഗ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയാണ് കേട്ടോ. ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ പ്രാക്ടീസസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലേണിങ്ങിൻ്റെ നേച്ചറായിട്ട് പറയാം. അടുത്തത്, ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്. ഇനി ലേണിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ലേണിംഗ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ദ ലാംഗ്വേജ് വി സ്പീക്ക്, അവർ കസ്റ്റംസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, അവർ ഗോൾസ് ആൻഡ് അവർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ, നമ്മുടെ കസ്റ്റംസ്, അതായത് ആചാരങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ഗോൾസ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വ സവിശേഷതകൾ എന്നിവയിലൊക്കെ ലേണിങ്ങിന് ഒരു പ്രധാന റോളുണ്ട്. ലേണിംഗ് ക്രിയേറ്റ്സ് മോട്ടിവേഷൻ ടു ലേൺ ഓർ ഗെയിൻ സംതിങ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ, നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. It develops our knowledge. It creates our curiosity to know something. It creates the ability to the sense of discrimination, ability to use symbols. Learning provides the skill of creativity. Learning helps to solve any problems in one's life. Learning provides experiences in our life. Learning modulates our attitude and aptitude. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നാച്ചുറൽ എബിലിറ്റി ടു ഡു സംതിങ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എബിലിറ്റീനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുക. അഭിരുചി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഫോർ എക്സാമ്പിളായിട്ട് ചിൽഡ്രന് പെയിൻറ്റിങ് ചെയ്യുന്നതും അതുപോലെ ഡ്രോയിങ് ചെയ്യുന്നതൊക്കെ അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിങ്ങിൽ പറയുന്നത് നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ നമുക്ക് ക്യൂരിയോസിറ്റി ടു നോ സംതിങ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ, ജിജ്ഞാസ എന്ന് പറയും. അതുപോലെ സ്കിൽ ഓഫ് ക്രിയേറ്റിവിറ്റി, നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും ലേണിങ് ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേണിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ലേണിംഗ് പ്രൊവൈഡ് എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ലേണിങ്ങിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും അല്ലേ. എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ലേണിങ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്. ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ലേണിംഗ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അത് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, ലേണിംഗ് ഈസ് കോംപ്രഹെൻസീവ്. ഇറ്റ് എഫക്ട്സ് എവറി ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്.
ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് സമഗ്രം കോംപ്രഹെൻസീവാണ്. അത് നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് ഈസ് യൂണിവേഴ്സൽ, ഓൾ ലിവിങ് ബീയിങ്സ് ലേൺ. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, സാർവത്രികമാണ്. ഓൾ ലിവിങ് ബീയിങ്സ് ലേൺ, എല്ലാ ജീവജാലങ്ങളും ലേൺ ചെയ്യുന്നുണ്ട് അല്ലേ? അത് നമ്മൾ മനുഷ്യരും ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ലിവിങ് ബീയിങ്സും ലേൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റുഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരികയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അമ്മ കോഴിയുടെ ചിറകിനുള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലേ? അപ്പോൾ അത് ഈ കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമല്ല, മറ്റ് പല പ്രാണികളും അങ്ങനെ തന്നെയാണ്. അവർക്കതൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ പരുന്ത് വന്ന് റാഞ്ചും എന്നുള്ളത്, പരുന്ത് വന്ന് അതിന് കൊത്തിക്കൊണ്ട് പോകും എന്നുള്ളത്. അതൊരു വട്ടം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. അതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇതാണ് എല്ലാ ലിവിങ് ബീയിങ്സും ലേൺ ചെയ്യുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളും ലേൺ ചെയ്യുന്നുണ്ട്. അടുത്തത് ലേണിംഗ് ഈസ് പേർപ്പസീവ്. അതായത് പേർപ്പസീവ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സെർവ് ചെയ്യുക, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അതൊരു പേർപ്പസോട് കൂടിയാണെങ്കിൽ, അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പേർപ്പസീവ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേർപ്പസീവാണ്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു ഡെവലപ്മെൻറ്റ്. ലേണിംഗ് റിസൾട്ട്സ് ഇൻ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. അടുത്തത് ലേണിംഗ് ഈസ് കണ്ടിൻജൻറ്റ് എപ്പോൺ എക്സ്പീരിയൻസ്. കണ്ടിൻജൻറ്റ് എന്ന് പറഞ്ഞാൽ വന്ന് കൂടുന്ന എന്നൊക്കെ പറയില്ലേ, അതായത് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് മൂലം ഉണ്ടാവുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് എന്തിനാണ്? എക്സ്പീരിയൻസിനെ ആശ്രയിച്ചിരിക്കുന്നത്. ലേണിംഗ് ഈസ് ഫിസിക്കലി, ഇമോഷണലി ആൻഡ് കൊഗ്നിറ്റീവ്ലി അറ്റാച്ച്ഡ് വിത്ത് ദ വോൾ ഓഫ് ദ പേഴ്സൺ. ലേണിംഗ് എന്ന് പറയുന്നത് ഫിസിക്കലി ആയിട്ടായാലും ഇമോഷണലി ആയിട്ടായാലും കൊഗ്നിറ്റീവ് ഇതായിട്ടായാലും അറ്റാച്ച്ഡ് വിത്ത് ദ വോൾ ഓഫ് ദ പേഴ്സൺ. ഒരു പേഴ്സൻ്റെ മുഴുവനായിട്ട് ഇത് അറ്റാച്ച്ഡ് ആണ്. ലേണിംഗ് ഈസ് മൾട്ടിപ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റീവ്. ലേണിംഗ് എന്ന് പറയുന്നത് മൾട്ടിപ്പിളാണ്, അതുപോലെ ഇൻ്റഗ്രേറ്റീവ് ആണ്. അതായത് ഫിസിക്കലി ആയിട്ടായാലും ഇമോഷണലി ആയിട്ടായാലും കൊഗ്നിറ്റീവ്ലി ആയിട്ടായാലും അതൊക്കെ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ള, ഒരു വ്യക്തിയെ മുഴുവനായി അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് മൾട്ടിപ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റീവ്. ലേണിംഗ് എന്ന് പറയുന്നത് മൾട്ടിപ്പിളാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികമുള്ളതാണ്. അതുപോലെ ഇൻ്റഗ്രേറ്റീവ് എന്ന് പറഞ്ഞാൽ സംയോജിതമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ലേണിംഗ് ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗ്. ഈ 2 ടോപ്പിക്കിനെ കുറിച്ചും നല്ലൊരു ക്ലാസ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും അത് പോയി കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.